നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്ത് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 1% മുകളിലും S&P 500 0.85%, നാസ്ഡാക്ക് 0.33% പ്ലസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. ഫെഡിന്റെ ഡിസിഷൻ ഇന്നലെ പുറത്തു വന്നിരുന്നു. വീണ്ടും 0.25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഈ വർഷം 3 പ്രാവശ്യമാണ് ഫെഡ് റേറ്റ് കട്ട് ചെയ്തത്. അതിന്റെ ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ പൊതുവായിട്ട്. അതുപോലെ തന്നെ ഫെഡിന്റെ പ്രൊജക്ഷനും നല്ല രീതിയിലുള്ള പ്രൊജക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് പറയുന്നത്. യുഎസ് കമ്പനികളുടെ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ കൺസ്യൂമർ സ്പെൻഡിങ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ AI, അതുപോലെ ഡേറ്റാ സെന്റർ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇത് യുഎസ് മാർക്കറ്റിന് തീർച്ചയായിട്ടും ഈ ഒരു കയറ്റത്തിൽ പ്രധാനമായിട്ടും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്യൂച്ചറിൽ അവരുടെ പ്രൊജക്ഷനും നല്ല രീതിയിലാണ്. ഗ്രോത്ത് 1.6 നിന്ന് 1.7 പ്രൊജക്ഷൻ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ 2.3 2027 പ്രൊജക്ഷൻ കൂട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും നല്ല തീരുമാനങ്ങളാണ്. അതായത് അത്രയ്ക്ക് എക്കോണമി ഗ്രോ ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയാണ്. ഇൻഫ്ലേഷൻ വരുന്ന ഈ താരിഫ് റിലേറ്റഡ് ഒന്ന് കൂളാകുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ കുറയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ ഏറ്റവും ലോവർ ലെവലിലാണ് നിൽക്കുന്നത്. അതും മെച്ചപ്പെടുന്ന രീതിയിലാണ് കമ്പനികളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ സ്പേസ് എക്സ് ഏതാണ്ട് $30 ബില്യൺ IPO ആയിട്ട് 2026 വരുന്നു. ഇത് മറ്റൊരു ന്യൂസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും 3 ദിവസം തുടർച്ചയായ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലും മാർക്കറ്റ് ഒട്ടും കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീല് ഈ ഡിസംബറിൽ ഒരുപക്ഷെ അതിന്റെ കരട് രേഖയ്ക്ക് അന്തിമരൂപം നൽകാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുഎസ് പ്രതിനിധി ഇന്നലെ യുഎസ് സെനറ്റിൽ ഇത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. മറ്റുള്ളവരെക്കാളും ഏറ്റവും മികച്ച ഡീലായിട്ട് ആയിരിക്കും ഇന്ത്യയുമായിട്ട് ഉണ്ടാവുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. യുഎസ് പ്രതിനിധികൾ ഇന്ത്യയിൽ ഇതുമായിട്ടുള്ള ചർച്ചകൾക്ക് എത്തിയിട്ടുണ്ടെന്ന് പീയൂഷ് ഗോയലും പറഞ്ഞു. രണ്ട് ഓഫീഷ്യൽസും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മറ്റൊന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ത്യ നയിക്കും. അതുപോലെ 7.2 ഗ്രോത്ത് പ്രൊജക്ഷനും പറഞ്ഞിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. മറ്റൊന്ന് അദാനി എന്റർപ്രൈസസിന്റെ 24,900 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ ഏതാണ്ട് 108% സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി അമേരിക്കൻ മാർക്കറ്റിലെ മറ്റൊരു ന്യൂസ് പറയാൻ വിട്ടുപോയത്, അതായത് യുഎസ് ട്രഷറി ബില്ല് ഇനി വിൽക്കുന്നില്ല, പകരം വാങ്ങുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് യുഎസ് ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 25 ബേസിസ് പോയിന്റിന്റെ ഒരു എഫക്ട് മാർക്കറ്റ് നൽകാൻ സാധ്യതയുണ്ട്. കൂടുതൽ മണി സർക്കുലേഷൻ മാർക്കറ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതും യുഎസ് മാർക്കറ്റിനെ സംബന്ധിച്ചും ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പ്രധാനമായിട്ടും വരാനിരിക്കുന്ന ഡേറ്റ യുഎസിന്റെ വീക്ക്ലി ജോബ് ഡേറ്റയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ FIസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 89% ഇപ്പോഴും ഷോർട്ട് പൊസിഷനിലാണ്. 60% മേൽ ക്ലൈന്റ് ലോങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് ഇപ്പോൾ ഒരു 140-150 പോയിന്റോളം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 25,910 ലെവലുകളിൽ, അങ്ങനെ 920 ലെവലുകളിൽ, 970 ലെവലുകളിലൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നത് 25,700-730 ലെവലിലാണ്. ഒരു 50യുടെ EMA ഒക്കെ ആ ഏരിയയിലാണ്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗിനെ ആശംസിക്കുന്നു. താങ്ക് യു.